ഹലോ ഫ്രണ്ട്സ്, ഇത് മിറാക്കിൾ പ്ലാന്റ് ആണ്. ഇത് ധാരാളം മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നതാണ്. റെഡ് കളറിലേക്ക് വരുമ്പോഴാണ് ഇത് നമുക്ക് കഴിക്കാൻ പോവുകയെന്ന് അറിയുന്നത്. ധാരാളം മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നതാണ്. ഇത് നമുക്ക് കഴിച്ചു നോക്കാം. എങ്ങനെ ഇത് കഴിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത്, മധുരം അനുഭവപ്പെടുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ രണ്ടെണ്ണം ഇതിൽ നിന്ന് പറിക്കണം. രണ്ടെണ്ണം ഇതിൽ നിന്ന് വിളവെടുത്തു. കഴിച്ചു നോക്കാം. ഇത് കുരു നമ്മൾ തുപ്പിക്കളയണം. അതിൻ്റെ തൊലി ഉൾപ്പെടെ കുറച്ചു നേരം വായിൽ ചവച്ച് നിർത്തിയതിന് ശേഷം ആദ്യം നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചു നോക്കാം. ഇത് കഴിച്ചപ്പോൾ തന്നെ മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചു നോക്കാം. വലിയ മധുരം അനുഭവപ്പെടുന്നില്ല കേട്ടോ. ഒരു നേരിയ മധുരം മാത്രമേ ഉള്ളൂ അനുഭവപ്പെടുന്നുള്ളൂ. ഇനി അടുത്ത് നമുക്ക് ചായ കുടിച്ചു നോക്കാം. അങ്ങനെ മധുരം ഇടാത്ത ചായയാണ്. അത് നേരിയ മധുരം അനുഭവപ്പെടുന്നുള്ളൂ. നമുക്ക് ഒരെണ്ണം കൂടി കുറച്ച് കഴിച്ചു നോക്കാം. ഇത് കഴിക്കുമ്പോൾ നല്ല മധുരമാണ് കേട്ടോ. അതിൻ്റെ സീഡാണിത്. ലാസ്റ്റ് നമുക്കൊരു കാന്താരി മുളക് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയാലോ. കാന്താരി മുളക് ടെറസിൽ തന്നെ വെച്ചിട്ടുണ്ട്. കാന്താരി മുളകാണ്. സാധാരണ ഞാൻ കാന്താരി മുളക് തൊട്ട് കഴിഞ്ഞാൽ കഞ്ഞികളൂടെ ഞാൻ കഴിക്കുന്നതാണ് കാന്താരി മുളക്. പതുക്കെ ഒന്ന് കടിച്ചിട്ട് കഞ്ഞി കുടിക്കുമ്പോൾ തന്നെ നല്ല എരിവായിരിക്കും. കാന്താരി മുളകിന് നല്ല എരിവാണല്ലോ. എരിവ് അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ കാര്യമായിട്ടുള്ള എരിവ് അനുഭവപ്പെടാനുള്ള. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ, കാന്താരി മുളക് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കും എരിഞ്ഞിട്ട്. അപ്പോൾ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലതാണെന്നാണ് അറിയപ്പെടുന്നത്. ഷുഗറുള്ളവർ ഇത് കഴിച്ച് കുറച്ചു നേരം വായിൽ ചവച്ച് നിർത്തിയതിന് ശേഷം മധുരം ഇടാത്ത ചായ കുടിച്ചു കഴിഞ്ഞാൽ നേരിയ മധുരം കിട്ടും. അത്രേ ഉള്ളൂ. ഇപ്പോൾ കാന്താരി മുളക് കഴിച്ചിട്ട് എരിവുണ്ട് കേട്ടോ. എരിവ് തീരില്ലെന്നല്ല, പക്ഷെ ഇത് കഴിക്കാതെ നമ്മൾ കാന്താരി മുളക് കഴിച്ചു കഴിഞ്ഞാൽ നല്ല എരിവായിട്ട് നിൽക്കാൻ പറ്റില്ല, ഓടും. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ ചെയ്യണല്ലോ. എന്നാൽ എരിവ് ഫീൽ ചെയ്യേണ്ടതിന് മധുരം അനുഭവപ്പെടാനുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. ബൈ.